സർക്കാരിനെ വിമർശിച്ച RJD രംഗത്തെത്തിയിരിക്കുന്നു. ADGP വിഷയത്തിൽ ആണ് വർഗീസ് ജോർജിന്റെ രൂക്ഷമായ വിമർശനം. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ആയിരുന്നു വിമർശനം. ADGP വിഷയത്തിൽ സർക്കാർ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSS ADGP കൂടിക്കാഴ്ച തെറ്റായിപ്പോയി എന്ന് പറയാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല എന്ന വിമർശനവും വർഗീസ് ജോർജ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഉന്നയിച്ചു. RSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്ത നിലപാട്, RSS കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഞങ്ങൾ എടുത്ത നിലപാട് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. LDFിൽ ഞാൻ അതാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. RSSന്റെ വക്താവ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടിക്കാഴ്ച നടത്തിയെന്ന്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെന്ന്. പിന്നെ എന്താണ് അന്വേഷണത്തിന്റെ പ്രസക്തി? ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നയങ്ങൾ നടത്താൻ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥനെതിരെ പിന്നീട് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഒരു നടപടിയാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കമുള്ള വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റണോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.